നമസ്കാരം. അൻസാർ ഉസ്താദിന്റെ വാക്കുകൾ നോക്കി, അടിച്ചമർത്തുന്ന ശബ്ദമുയർത്താനുള്ള വാക്കുകളാണ്, പ്രചോദനാണ്, ഒന്നും പറയാനില്ല. കേട്ടു നോക്കി, നിങ്ങളും ശബ്ദം ഉയർത്തണം. ശബ്ദം ഉയർത്തുന്നതിനെ അടിച്ചമർത്താൻ ഒരുപാട് പേരുണ്ടാവും. ഒരാള് വന്നിട്ട് അതിന് ശബ്ദം ഉയർത്തി, അതന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂടാപ്പിയാവും. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്റെ ടാഗിൽ എന്റെ ഒരു പേരിൽ മുഹമ്മദും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സൂടാപ്പി. അതായത് ഇവരെ ഒന്നും എതിരെ ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ കാര്യമായിട്ടും ചോദിക്കണം, ഇത് കേരളത്തിലാണ് നടന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇതേപോലത്തെ ഒരു എഡ്യൂക്കേഷൻ ഫെയിലിയർ നമ്മളെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെ വന്ന് ഇന്ന് കൊടിയും പൊക്കി വെച്ചിന് പറഞ്ഞാല് മിനിസ്റ്റർ രാജിവെക്കണമെന്ന്. അങ്ങനെ ഒരു സാധനം നാഷണൽ ലെവലിൽ ഒരു നീറ്റ് പോലത്തെ ഒരു പരീക്ഷയുടെ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആരാണ് റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ളത്? അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ എന്തിനാണ്ടാ കുറെ ടാഗിലും കോപ്പ് അടിച്ചിട്ട് നീയൊക്കെ തലയിൽ മറ്റേ ഇത് വെച്ച് തരണ കിരീടം. പ്രിയപ്പെട്ട ശിസാം, നമ്മൾ ഭയപ്പെട്ടു പോകരുത്. നമ്മൾ ഭയപ്പെടുന്നത് വഴി ഒരു തലമുറ നിഷ്ക്രിയരായി പോവുകയാണ്. നമ്മളാണ് മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും. അതിൽ സുലൈമാൻ ഉണ്ടാകും, സോളമൻ ഉണ്ടാകും, സോമൻ ഉണ്ടാകും. നമ്മളെല്ലാവരും കൂടെ ചേരുന്നതാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരുത്തന്റെ ഇന്ത്യ മഹാരാജ്യത്ത് 2014 ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഏതേത് കാര്യങ്ങൾക്കും അത് ഇന്ത്യക്ക് അനുഗുണമല്ലെങ്കിൽ നമ്മൾ നിലപാട് പറഞ്ഞാൽ ജിഹാദി, ഭീകരവാദി, തീവ്രവാദി പട്ടം സ്വാഭാവികം മാത്രമാണ്. അതൊരു കിരീടം പോലെ നമ്മുടെ അടുത്ത് തലയിൽ വെച്ചാൽ മാത്രം മതി. നമ്മളെക്കാൾ കൂടുതൽ ഈ തീവ്രവാദ ജിഹാദി പാകിസ്ഥാൻ പട്ടം ആർക്കാണ് കിട്ടിയത്? മുസ്ലിം നവഹാരിക്കല്ല. ഈ നടന്നു വരുന്ന മനുഷ്യനുണ്ടല്ലോ, പ്രകാശ് രാജ്, ഇന്ത്യ മഹാരാജ്യത്ത് നിലപാട് കൊണ്ട് വേറിട്ട മനുഷ്യൻ. ഭരണത്തിന്റെ ഹുങ്കിൽ ഏതെല്ലാം രൂപത്തിൽ അദ്ദേഹത്തിന് പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിയോ? ഇന്ത്യൻ ജനമനസ്സിൽ, ഇന്ത്യൻ യുവത്വത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, നിലപാടുകൾ വേരുറച്ചു കഴിഞ്ഞു. ആ മനുഷ്യൻ ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങൾ നേരിട്ടിട്ടും നിർഭയത്വത്തോടുകൂടി, അചഞ്ചലമായ ദൃഢതയോടുകൂടി ഇന്ത്യൻ മക്കൾക്ക് വേണ്ടി നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ട ഷെസാം, ഇന്ന് വർത്തമാനകാലത്ത് എന്നല്ല ഈ നിമിഷം ഈ ജിഹാദി ഭീകരവാദി വിളി കേൾക്കേണ്ടി വന്ന ആരാണെന്നറിയോ? BJPയുടെ വാഗ്ദാവും സിനിമ നടനുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അടക്കം ഈ വിളിക്ക് അർഹരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ചാക്കോബൻ ഇതിൽ ഒഴിഞ്ഞില്ല. ടോവിനോ തോമസ് കാലങ്ങളായി കേൾക്കുന്നു. എടുത്തു പറയേണ്ട ഒരു പേരാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പൃഥ്വിരാജ്. നിങ്ങളൊന്ന് ആലോചിക്കണം, സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെ മകനായ പ്രിയപ്പെട്ട പൃഥ്വിരാജ്, അദ്ദേഹം വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും വലിയ പാകിസ്ഥാൻ സ്നേഹി അല്ലെങ്കിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം മെമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറക്കുമ്പോൾ അദ്ദേഹത്തിന് അഫ്ഗാനികളുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ആക്ഷേപം പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം സത്യത്തിൽ ഏതെങ്കിലും ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാണോ? അല്ല. വർത്തമാനകാല ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾക്ക്, അരാജകത്വത്തിനെതിരെ, കൂട്ടക്കുരുതികൾക്കെതിരെ, കൂട്ടക്കൊലകൾക്കെതിരെ, ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ ശക്തിയുക്തം സംസാരിച്ചതിന്റെ പേരിൽ, നിലപാട് പറഞ്ഞതിന്റെ പേരിൽ പൃഥ്വിരാജ് അടക്കം വർത്തമാനകാല ഇന്ത്യയിൽ ജിഹാദികളാണ്. അപ്പോഴാണ് ഷെസാം, എന്നെയും നിന്നെയും പോലെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ വിളി അത് നമ്മളൊരു പൂമാലയായി, ഒരു കിരീടവുമായി മാത്രം എടുത്താൽ മതി. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ സംസ്കൃതിയിലോ വിയർപ്പിലോ കണ്ണുനീരിലോ ചോരയിലോ ഒരംശം പങ്കില്ലാത്ത മനുഷ്യന്മാർ 1000 വട്ടം നമ്മൾ തീവ്രവാദികളും ഭീകരവാദികളും ജിഹാദികളും എന്ന് വിളിച്ചാൽ അതൊരു തമാശയായി മാത്രം ഇന്ത്യക്കാർ കണ്ടാൽ മതി. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരിക്കുന്നവരല്ല രാജ്യം. ഇന്ത്യ പലരും ഭരിക്കും, മാറി മാറി ഭരിക്കും. ഭൂതകാലത്തും അങ്ങനെ പലരും ഭരിച്ചിട്ടുണ്ട്, ഇനിയും പലരും മാറി മാറി ഭരിക്കും. അപ്പോഴെല്ലാം ഭരിക്കുന്നവരാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാനും നീയും നമ്മളും ഒക്കെ കൂടുന്ന മനുഷ്യരാണ് ഇന്ത്യ. ഇതിൽ സോളമനുണ്ട്, സുലൈമാനുണ്ട്, സോമനുണ്ട്. ഈ സോളമനും സുലൈമാനും സോമനും ഒക്കെ ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഇന്ത്യ. അല്ലാതെ 2014 ശേഷമല്ല ഇന്ത്യ ഉണ്ടായത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഇന്ത്യ ഒരുത്തന്റെയും, കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, അതിന്റെ വകയല്ല. ബാക്കി പെൺകുട്ടി പറയും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികളായിട്ടുള്ള ചാണകങ്ങളുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. യുവമാര് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള 1 ബില്യൺ ആൾക്കാരും രാജ്യദ്രോഹികൾ, ചാണകത്തിൽ മുഴുകിയിരിക്കുന്ന കുറെ മൊണ്ണന്മാര് മാത്രം രാജ്യസ്നേഹികൾ അല്ലേ? അവിടെ ഹിന്ദു കത്രമേഹേ, ഹിന്ദു കത്രമേഹേ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ എല്ലാരെയും വലിപ്പിച്ച് സ്വന്തം രാമന്റെ പോക്കറ്റ് അടിച്ചോണ്ട് അവന്മാര് പോയി. എന്നിട്ട് പറയാ നമ്മൾ ഹിന്ദുക്കളെ കാശ് മോട്ടിച്ചു. അതിനിപ്പോ എന്താ? ഒന്നുമില്ലടാ, അതിലൊന്നുമില്ല. നമ്മളെ വലിപ്പിക്കാതിരിക്കാൻ വന്നാ മതി.